Good morning, everybody. Welcome to our English class. Do you remember our last class? നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് ഓർമ്മ ഉണ്ടോ? ഇൻ ദാറ്റ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് മലാല സ്പീച്ച്. മലാലയുടെ സ്പീച്ചാണ് നമ്മൾ പഠിച്ചത്. മലാലയുടെ സ്പീച്ചിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തി. മലാല സ്പീച്ചിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മലാല ഡേ എന്താണ്, മലാല എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, മലാല എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, വുമൺ എഡ്യൂക്കേഷൻ ആൻഡ് വുമൺ റൈറ്റ്സ്. ലാസ്റ്റ് മലാല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡെവലപ്ഡ് നേഷനോട് എന്താണ്, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ള കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. സ്ത്രീകളോട് എന്താണ് പറയുന്നത്, ടു ബി ബ്രേവ്, ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിത്തിൻ ദംസെൽസ് ആൻഡ് റിയലൈസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഞങ്ങളുടെ മുഴുവൻ കഴിവിനെയും തിരിച്ചറിഞ്ഞ് പോരാടണം എന്നാണ് പറയുന്നത്. വി വിൽ കണ്ടിന്യൂ അവർ ജേർണി ടു അവർ ഡെസ്റ്റിനേഷൻ ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ. ഞങ്ങളുടെ യാത്ര, സ്ത്രീകളായിരുന്ന ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കും. എന്ത് നേടുന്നവരെ, പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ, എല്ലാവർക്കും വിദ്യാഭ്യാസമൊക്കെ നേടുന്നത് വരെ എന്നൊക്കെയാണ്, സമാധാനവും നേടുന്നത് വരെ. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്, ഞങ്ങളുടെ വാക്കുകൾക്ക് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് മലാല പറയുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 64. പേജ് നമ്പർ 64 എടുക്കുക. ബിക്കോസ് വി ആർ ഓൾ ടുഗദർ യുണൈറ്റഡ് ഫോർ ദ കോസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇഫ് വി വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. Because we are all together, our words can change the world എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ വാക്കുകൾ ഈ ലോകത്തെ മാറ്റിമറിക്കും. ബിക്കോസ്, കാരണം, വി ആർ ഓൾ ടുഗദർ യുണൈറ്റഡ് ഫോർ ദ കോസ് ഓഫ് എഡ്യൂക്കേഷൻ, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അങ്ങനെ ചെയ്താൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ഇഫ് വി വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ ലെറ്റ് us empower ourselves with the weapon of knowledge. We want to achieve our goal, ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ let us empower ourselves with weapon of knowledge, നോളജ് എന്നുള്ള ആയുധം, അറിവെന്നുള്ള ആയുധം ഞങ്ങൾ ഉപയോഗിച്ച് let us shield ourselves with unity and togetherness. shield ourselves, ഞങ്ങൾക്കൊരു കവചം തീർക്കും. എന്തായിട്ട് കവചം? യൂണിറ്റി ആൻഡ് ടുഗദർനെസ്, ഒത്തൊരുമയോടെ ഐക്യത്തോടു കൂടി ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കും. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. Dear brothers and sisters, we must not forget that, നമ്മൾ മറക്കരുത്, millions of people are suffering from poverty, injustice and ignorance. ഇപ്പോഴും ദശലക്ഷക്കണക്കിന് ആൾക്കാർ എന്താണ്, ദാരിദ്ര്യം കൊണ്ടും ഇൻജസ്റ്റിസ് അനീതി കൊണ്ടും ഇഗ്നറൻസ് അറിവില്ലായ്മ കൊണ്ടും എന്താണ്, സഫർ ചെയ്യുകയാണ്, എന്താണ്, ആകെ ദുരിതം അനുഭവിക്കുകയാണ്. We must not forget that millions of children are out of schools. We must not forget that, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, millions of children are out of schools. ഇപ്പോഴും ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്താണ്. കാരണം എന്താണ്, അവർക്കൊന്നും സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. അവരുടെ വാറുകളും യുദ്ധങ്ങളും ഭീകരവാദം മൂലം അവർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. We must not forget that our sisters and brothers are waiting for a bright, peaceful future. We must not forget that, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, our sisters and brothers are waiting for a bright, peaceful future. നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതും മറന്നു പോകരുത്. So, let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. So, let us wage a global struggle. ലോകവ്യാപകമായൊരു പോരാട്ടം തുടങ്ങണം. ഇതിന് എഗെയിൻസ്റ്റ് ഇല്ലിട്രസി, പോവർട്ടി ആൻഡ് ടെററിസം. ഇല്ലിട്രസിക്ക്, നിരക്ഷരതയ്ക്ക്, പോവർട്ടി, ദാരിദ്ര്യത്തിന്, ടെററിസം, ഭീകരവാദത്തിനെതിരായിട്ട് ഒരു ഗ്ലോബൽ സ്ട്രഗിൾ, ആഗോള വ്യാപകമായ ഒരു പോരാട്ടം തന്നെ നടത്തണം. സോ
ലെറ്റസ് പിക്കപ്പ് അവർ ബുക്സ് ആൻഡ് പെൻസ്. ആ പോരാട്ടത്തിനായിട്ട് ലെറ്റസ് പിക്കപ്പ് അവർ ടൂൾസ്. വിച്ച് ഈസ് ദെയർ ടൂൾസ്? അവരുടെ ടൂൾ എന്താണ്? ആയുധങ്ങൾ എന്താണ്? ബുക്സ് ആൻഡ് പെൻസ്. അവരുടെ ആയുധങ്ങളായ ബുക്കും വെപ്പൺസായ ബുക്കും പേനകളും എടുത്തിട്ട് നമുക്ക് പോരാടാം. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. ബുക്സും പെൻസും ആണ് അവരുടെ പവർഫുള്ളായിട്ടുള്ള വെപ്പൺസ്. അതെടുത്തുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് പോരാടാം. നമ്മുടെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പോരാടാം. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ദിസ് ഈസ് എ ഫേമസ് വേർഡ്സ് ഓഫ് മലാല. മലാലയുടെ സ്പീച്ചിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേർഡാണിത്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഒരു കുട്ടിക്ക്, ഒരു ടീച്ചറിന്, ഒരു പെന്നിന് അല്ലെങ്കിൽ ഒരു ബുക്കിനും ഈ ലോകത്ത് തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ ലോകം മാറ്റിമറിക്കും. ആര്? ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെന്ന്, ഒരു ബുക്ക്. ഇതിനൊക്കെ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. എഡ്യൂക്കേഷനാണ് ഇതിന് ഏക മാർഗം. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. എഡ്യൂക്കേഷനാണ് നൽകേണ്ടത്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ലോകം തന്നെ മാറി മറിയും എന്നാണ് മലാല പറയുന്നത്. ഓക്കെ, മലാലയുടെ സ്പീച്ച് ഫിനിഷായി. നൗ എവ്രിബഡി റീഡ് ദിസ് പാർട്ട് സൈലൻ്റ്ലി. റീഡ് ദിസ് പാർട്ട് സൈലൻ്റ്ലി. ഫിനിഷ്. ഈ മലാലയുടെ സ്പീച്ച് നന്നായി വായിക്കുക. വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഡിഫിക്കൾട്ട് വേർഡ്സിൻ്റെ മീനിങ്സും എഴുതുക. മീനിങ്സ് എഴുതുക, പഠിക്കുക. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ലെറ്റസ് മൂവ് ഓൺ ടു അവർ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 65. 65, Activity 1. Each sentence given below is followed by 3 statements. One of them is directly related to the sentence. Put a tick mark against the appropriate statement. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ 4 സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഫോളോ ചെയ്തിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ്, മലാല ഡേ ഈസ് ദ ഡേ ഓഫ്. ഓപ്ഷൻസ്: മലാല ഹെർസെൽഫ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO, every woman, every boy and every girl who have raised their voice for their rights. Every woman, every boy, every girl who have raised for their rights. Which is the correct answer? Option C. Option C is the correct answer. Every woman, every boy and every girl who have raised their voice for their rights. Next, according to Malala, one of our powerful weapon is. Options: the sword, the pen, the gun. According to Malala, one of our powerful weapon is. Options: the sword, the pen, the gun. Which is the correct answer? The pen. The pen is the correct answer. 3. Question number 3. Malala is focusing on women's right and girls' education. Malala is focusing on women's right and
girls' education. Options: they are suffering most, they are very powerful, they are the major group in the society. Which is the correct answer? Option A, they are suffering the most. Question 4. Malala speaks. Options: for herself, B, not for herself but for all boys and girls, C, for her country. Which is the correct answer? Not for herself but for all boys and girls. Fourth questionലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ടേക്ക് നെക്സ്റ്റ് പേജ്. പേജ് നമ്പർ 66. Activity 2, page number 66. Read the following famous quotes. Read the following famous quotes. 4 quotes are given here. ആ ബലൂണിൽ 4 quotes ഉണ്ട്. ഫസ്റ്റ് quotes നോക്കാം. Education is the most powerful weapon which you can use to change the world. Mandela. Education is the most powerful weapon which you can use to change the world. Mandela. Next, terrorism has no nationality, no religion. Vladimir Putin. Terrorism has no nationality, no religion. Vladimir Putin. Third, always remember you have within you the strength, the patience, the passion to reach for the stars to change the world. Harriet Tubman. Always remember you have within you the strength, the patience and the passion to reach for the stars to change the world. Harriet Tubman. Men are from the earth, women are from the earth, deal with it. George Carlin. Men are from earth, women are from earth, deal with it. ജോർജ് കാർലിൻ. 4 ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കോട്ട്സ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. മണ്ടേല, വ്ളാഡിമിർ പുടിൻ, ഹാരിയറ്റ് ടബ്മാൻ, ജോർജ് കാർലിൻ. ഈ കോട്ട്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നൂല്ലേ മലാല ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. മലാലയുടെ സ്പീച്ചിൽ നമ്മൾ ഇതേ സെയിം ഐഡിയ ആയിട്ടുള്ള വേർഡ്സുകൾ കണ്ടില്ലേ. നൗ read Malala's words in the circles given below. Try to pick out the quotes which carry similar idea to that of Malala's words from the balloons. Write the name of the person who has made the corresponding quote in the box given. Now read Malala's words in the circle. സർക്കിളിൽ ഇവിടെ മലാലയുടെ വേർഡ്സുകളുണ്ട്. Try to pick out quote which carry similar idea to Malala word. മലാലയുടെ വേർഡിനോട് സിമിലർ ആയിട്ടുള്ള ഐഡിയ ഉള്ള കോട്ട്സ് ഏതാന്ന് നോക്കാം. അതിന് തമ്മിൽ മാച്ച് ചെയ്യുക. മാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റൈറ്റ് ദ നെയിം ഓഫ് പേഴ്സൺ ഹു ഹാഡ് മെയ്ഡ് ദ കറസ്പോണ്ടിങ് കോട്ട് ടു ദ ഇൻ ദ ബോക്സ് ഗിവൺ. ആ ബോക്സിൽ ആ മാച്ച് ആയിട്ടുള്ള ആരുടെ സ്പീച്ച്, ആരുടെ കോട്ടിനോടാണ് മാച്ച് ആയിട്ടുള്ളത് അയാളുടെ പേരാണ് എഴുതാൻ പറഞ്ഞത്. ആളുടെ പേര് മലാലയുടെ വേർഡ്സിൻ്റെ അടിയിലുള്ള ആ ബോക്സിൽ എന്ത് എഴുതണം? ആ ബലൂണിലെ കോട്ട്സ് ആരോടായിട്ടാണ് മാച്ച് ആയത് അതിൻ്റെ അയാളുടെ പേരാണ് എഴുതേണ്ടത്. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. അപ്പം നമുക്ക് നോക്കാം, മലാലയുടെ വേർഡ്സ് നോക്കാം. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. അത് ആരുടെയായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്? ടെററിസത്തിനെ പറ്റിയിട്ട് ആരാ പറഞ്ഞത്? വ്ളാഡിമിർ പുടിൻ. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ആ എന്തിലെഴുതാം? ആ ബോക്സിൽ എഴുതാം. നെക്സ്റ്റ്, എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺആക്സെപ്റ്റബിൾ. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺആക്സെപ്റ്റബിൾ. അത് വിമൻ്റെ പറ്റിയിട്ട്, വിമൻ്റെ ഡിഗ്നിറ്റീനെയൊക്കെ പറ്റിയിട്ട് ആരാ പറഞ്ഞത്? ജോർജ് കാർലിൻ. ജോർജ് കാർലിൻ. അപ്പോൾ ജോർജ് കാർലിൻ ആ ബോക്സിൽ എഴുതാം. നെക്സ്റ്റ്, വി കോൾ അപ്പോൺ
our sisters around the world to embrace the strength within themselves. We call upon our sisters around the world to embrace the strength within themselves. അതാരുടെ വേർഡ്സിനോടാണ് സ്ട്രെങ്ത്തിനൊക്കെ പറ്റി പറയുന്നത്? ഹാരിയറ്റ് ടബ്മാൻ. ഹാരിയറ്റ് ടബ്മാൻ അവിടെ എഴുതാം. നെക്സ്റ്റ്, വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. അത് മണ്ടേലയുടെ വേർഡ്സിനോടാണ് മാച്ച് ആക്കുന്നത്. അപ്പം മണ്ടേല എന്ന് അവിടെ എഴുതാം. മനസ്സിലായില്ലേ? ആരുടെ വേർഡിനോടാണ് ആ ബലൂണിലെ കോട്ട്സ് മാച്ച് ആയത്? മലാലയുടെ വേർഡ്സ് ആരുടെ കോട്ട്സിനോടാണ് മാച്ച് ആയത്? ആളുടെ പേര് അവിടെ എഴുതാം. ഓക്കെ, ടേക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി, പേജ് നമ്പർ 67. ഇതൊരു ഗെയിം പോലെയാണ്. Look at the picture given below. How can you reach Malala? You can reach Malala only if you go through the correct statements from her speech. Find your way. ഫൈൻഡ് യുവർ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴി കാണിക്കാനുള്ള ഗെയിമൊക്കെ നമ്മൾ കളിക്കാറുണ്ട് അല്ലേ? ഇവിടെ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങി മലാലയിലേക്ക് എത്തണം. മലാലയിലേക്ക് എങ്ങനെ എത്തുക? You can reach Malala only if you go through the correct statements from her speech. മലാലയുടെ സ്പീച്ചിൽ കുറേ വേർഡ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊക്കെ കറക്റ്റാണ്, കുറച്ചെന്താണ് കറക്റ്റല്ല, ഇൻകറക്റ്റാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പോയാൽ മാത്രം എവിടേക്ക് എത്തും? മലാലയുടെ എത്തും. അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക. മലാലയിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കുക. വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാത്രം കടന്നു പോയിട്ട് മലാലയിലേക്ക് എത്തുക. മലാലയുടെ സ്പീച്ചിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രം, നന്നായി ടെക്സ്റ്റ് വായിച്ചിട്ട് അത് അറിഞ്ഞാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ടുള്ള നന്നായി വായിച്ച് നോക്കിയിട്ട് അത് ചെയ്യുക. ആക്ടിവിറ്റി ഇൻഡിവിജ്വലായി ചെയ്യുക. നൗ റൈറ്റ് ഡൗൺ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് യു ഫൗണ്ട് ഓൺ യുവർ വേ ടു റീച്ച് മലാല. മലാലയിലേക്ക് എത്താനുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതുക, അടിയിൽ എഴുതാം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ മലാലയുടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതാം. ഓക്കെ, ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക. ഇതിൽ പിക്ചറിൽ കുറേ കറക്റ്റ് ഉണ്ട്, കുറേ മിസ്റ്റേക്ക് ആയിട്ടുള്ളതാണ്. അത് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതാം. ടേക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 68. എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. There are a few errors in it. They are underlined. എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കറിയാം. നമ്മൾ മുന്നേ 5th ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോറിയാണ്. Once upon a time there lived a lovely princess with fair skin and blue eyes. She was so fair that she was named Snow White. Her mother dies when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" And the magic mirror would say, "You are, Your Majesty." But one day the mirror replied, "Snow White is the fairest of them all." The wicked queen was very angry. What a fair lady is Snow White. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. "I want you to bring back her heart," she ordered. But when the huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. ഒരു സ്റ്റോറിയാണ്, സ്നോ വൈറ്റിൻ്റെ സ്റ്റോറിയാണ്. നമ്മുടെ സിൻഡ്രല്ലയുടെ സ്റ്റോറിയുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. സ്റ്റെപ്പ് മദറുണ്ട്,
ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. ഓൾ ഓഫ് യു റീഡ് ദിസ് സ്റ്റോറി അഗെയിൻ. ട്രൈ ടു കറക്റ്റ് ദ underlined words. Now, all of you read this story. Try to correct the underlined words. ഫിനിഷ്. നമുക്ക് നോക്കാം എന്താണ് മിസ്റ്റേക്സ്. വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ലവ്ലി പ്രിൻസസ്. പ്രിൻസസ് എന്നാണ് അവിടെ കറക്റ്റ് വേർഡ്. അപ്പോൾ അവിടെ എന്താണ് മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് ആണ് അല്ലേ. വാട്ട് ഈസ് എ കറക്റ്റ് സ്പെല്ലിംഗ്? പ്രിൻസസ്, PRINCESS, പ്രിൻസസ്, വിത്ത് ഫെയർ സ്കിൻ ആൻഡ് ബ്ലൂ ഐസ്. She was so fair that she was named Snow White. Her mother dies. ഇവിടെ എന്തായിരിക്കും കറക്റ്റ് വേർഡ്? ഡൈഡ്. കാരണം ഇത് പാസ്റ്റ് ടെൻസിലാണ് സ്റ്റോറി. അപ്പോൾ her mother died when Snow White was a baby and her father married again. This queen was very pretty, but she was very cruel also. The wicked stepmother wanted to be the more beautiful. ഇതാ കഴിഞ്ഞാൽ മോസ്റ്റ് ആണ് വരിക. MOST, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. The most beautiful lady in the kingdom, and she would often ask her magic mirror, mirror, mirror on the wall, who is the fairest of them all. എന്താണ്? What is the speciality of that sentence? Who is the fairest of them all? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ എന്ത് വേണം? പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് ഓൾ കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വേണ്ടത്, ഫുൾ സ്റ്റോപ്പ് അല്ല. ആൻഡ് ദ മാജിക് മിറർ വുഡ് സേ, യു ആർ യുവർ മജസ്റ്റി. ബട്ട് വൺ ഡേ ദ മിറർ റിപ്ലൈഡ്, സ്നോ വൈറ്റ് ഈസ് ദ fairest of them all. The wicked queen was very angry. What a fair lady is Snow White. അവിടെ എന്താ മിസ്റ്റേക്ക്? അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണല്ലേ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എന്ത് വേണം? വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. ഓക്സിലിയറി ലാസ്റ്റാണ് വരിക എക്സ്ക്ലമേഷൻ സെൻറ്റൻസിന്. വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്! Exclamation mark. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. I want you to bring back her heart, she ordered. But when huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer. Spelling DEER, deer, and took DEER, deer എന്നുള്ള മാൻ എന്നുള്ള അർത്ഥം വരുന്ന സ്പെല്ലിംഗ് ആണ് അവിടെ വരുന്നത്. And took its heart to the wicked queen and told her that he had killed Snow White.
Snow White wandered in the forest all night crying. കറക്റ്റാക്കിയിട്ട് എഡിറ്റ് ദ പാസേജ് ആൻഡ് റീറൈറ്റ് ഇറ്റ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തു, ഇനി റീറൈറ്റ് ദ പാസേജ് തിരുത്തി അടിയിൽ എഴുതാം, അലയൻസിൽ എഴുതാം. ഓക്കെ, നമ്മളെ യൂണിറ്റ് 2 ഫിനിഷായി. വർക്ക്ഷീറ്റിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. യൂണിറ്റ് 2 ആണ് വർക്ക്ഷീറ്റിൽ വരുന്നത്. സിൻഡ്രല്ല, പോയം, മലാല സ്പീച്ച്, ഈ 3 അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും വർക്ക്ഷീറ്റിനുണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.